നമുക്കേ തണ്ണിമത്തങ്ങ കൊണ്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാം. തണ്ണിമത്തങ്ങ ഈ ചൂട് കാലത്ത് നല്ലതല്ലേ. നമ്മൾ നോമ്പ് കാലവും കൂടെയാണ്. അപ്പം നമുക്ക് ഒരു തണുപ്പൊക്കെ കിട്ടും. അപ്പം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുക ഒന്നുമില്ലാന്നേ, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന കേട്ടോ. അല്ലാണ്ട് ഞാൻ ഷേക്ക് വലിയ പടമുള്ളതൊന്നുമല്ല. തണ്ണിമത്തങ്ങ, ഹോർലിക്സ്, പിന്നെ എന്നതാ വേണ്ടേ, പഞ്ചസാര, പാല്. ഇത്രയും പാല് നിങ്ങൾക്ക് പാക്കറ്റ് പാല് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന പാല് തണുപ്പിച്ച് എടുത്ത പാലാണ്. തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് എടുത്തതാണ്. പിന്നെ വീട്ടിൽ ഇച്ചിരി ഹോർലിക്സ് ഇരിപ്പുണ്ട്, അതും കൂടെ ഇട്ടിട്ട് ചുമ്മാ പിള്ളേരെ പറ്റിക്കാനും ചുമ്മാ ഒരു രസം. അപ്പം ഇത് കഴിക്കണം നല്ലതുമാണല്ലോ. വേണമെങ്കിൽ ഇച്ചിരി നട്ട്സ് ഒക്കെ ഇങ്ങനെ മുകളിലൊക്കെ ഇടാം. ഉള്ളവരതൊക്കെ അനുസരിച്ച് ചെയ്താൽ മതി. എന്നാണേലും ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലണം നല്ലതാണല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കാവുന്ന സൂപ്പർ ഫുഡാണ് അല്ലേ, അല്ല സൂപ്പർ ഡ്രിങ്കാണ്. ഇത് വേണേൽ നിങ്ങൾ ഷേക്കെന്നോ ജ്യൂസെന്നോ ഇഷ്ടമുള്ള പേരൊക്കെ പറഞ്ഞോട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ തട്ടിക്കളയാം, ഒന്നോടെ അങ്ങ് തട്ടിയേക്കാം. ഇരിക്കണ ഒരു തണ്ണിമത്തങ്ങ ഇതിനിപ്പം മേടിക്കാൻ കിട്ടില്ല. ഇത് ഈ തണ്ണിമത്തയ്ക്ക് എന്നെ കിരണ്ണോ ഏണ്ടല്ലേ പേര് പറയണേ. ഞാൻ ഉണ്ടാക്കുന്ന ഞങ്ങൾ 2 പേരല്ലേ വീട്ടിലുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു രസം ഇങ്ങനെ ഉണ്ടാക്കി ഒക്കെ കഴിക്കാം. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടാം. ഇതിപ്പോൾ വീഡിയോയ്ക്ക് ഒരു കണ്ടന്റും കൂടെ ആവുമല്ലോ. അത്രയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. ചുമ്മാ ഇരിക്കുന്ന സമയം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു രസമുണ്ടല്ലോ അല്ലേ. ഇതെന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഷേക്ക് ഉണ്ടാക്കാം, ഇതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർത്തുണ്ടാക്കാം, കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുണ്ടാക്കാം. പിന്നെ എന്നാ ഐസ്ക്രീം ഇട്ടിട്ട് അടിക്കാം. ഇത് പാല് ഐസ്ക്രീം ഇതൊക്കെ കൂടെ കൂട്ടി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഏലക്കായും ഇച്ചിരി ബദാമും നട്ട്സും അങ്ങനെയൊക്കെ ഇട്ട് അടിക്കാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും അടിച്ച് ഉപയോഗിക്കാം. പിന്നെ വെള്ളം ഉപയോഗിച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കാം. അപ്പം ഇച്ചിരിയുടെ വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ചെല്ലും. അങ്ങനെ ചെയ്യാം. പിന്നെ എന്നാ ചെയ്യാൻ പറ്റണേ, ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മതി. പിള്ളേരെ പറ്റിക്കാൻ ഓരോ പരിപാടികൾ, അത്രേ ഉള്ളൂ അല്ലേ. ഇതിന് ഞാൻ മിക്സിക്കകത്തിട്ട് അടിക്കുന്നു, പാല് ചേർക്കുന്നു, അത്ര കേസേ ഉള്ളൂ അല്ലേ. കുരു ഇരുന്നൂന്നോർത്തും കുഴപ്പമൊന്നുമില്ല. കുരു വേണ്ടാന്നുള്ളവർക്ക് എടുത്ത് കളയാം. ഇങ്ങനെ തോണ്ടി ഞാൻ കളഞ്ഞേക്കുക, അത്ര പരിപാടിയേ ഉള്ളൂ. എളുപ്പ പരിപാടി അല്ലേ. ഇതുകൊണ്ട് ഈ കുരുവൊക്കെ അങ്ങ് തട്ടി കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ മിക്സിക്കകത്തിട്ട് അടിക്കണേ എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമുക്ക് ഇത് ഞാൻ മിക്സിക്കകത്തേക്ക് ഇടുന്നു കേട്ടോ. അതിലേക്ക് ഒരു 3-4 സ്പൂൺ ഇട്ടാൽ ഒത്തിരി പഞ്ചസാര തേനൊഴിക്കുമായിരിക്കും ഇച്ചിരിയോടെ നല്ലത്. എന്നാലും എനിക്ക് തേനിരിപ്പുണ്ട്, എങ്കിലും ഇത് ഇട്ടേക്കാം. പഞ്ചസാര ഇട്ടു. പിന്നെ ഒരു 2-3 സ്പൂൺ ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. ഇത് തീരാറായതാന്നേ. ഞാൻ അപ്പം തീരണതിന് മുമ്പ് ഉണ്ടാക്കിയേക്കാം എന്നോർത്തു. നമ്മുടെ വീട്ടിലുള്ളത് വെച്ച കേട്ടോ, ഒത്തിരി ആർക്കാടൊന്നും വേണ്ട. നമുക്ക് ഉള്ളത് വെച്ചൊക്കെ, ഉള്ളത് കൊണ്ട് ഓണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അതുപോലെ നമുക്ക് ഇനി തണുത്തതാണേ, അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഒഴിക്കാം അല്ലേ, ഇത് മതി. 2 പേർക്ക് ഇത് പോരെ, മതി. അപ്പോൾ ഇനി ഞാൻ ഇത് അടിച്ചോണ്ട് വരാം. ഇങ്ങനെ വരിക, നമുക്ക് തോന്നിയ മാസം എല്ലാം ഇങ്ങനെ വരഞ്ഞോളുക. എന്നിട്ട് വരഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക, ചരണ്ടി. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇതാണ് നമ്മുടെ സെറ്റപ്പ് സാധനം.
എല്ലാവരും ഉണ്ടാക്കണേ. തണ്ണിമത്തങ്ങയ്ക്ക് ഇപ്പോൾ വിലക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിങ്ങനെ ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ വെച്ചു. ഒന്നങ്ങ് അടിച്ചാൽ മതി. ഞാൻ ശരിക്കൊന്നും അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് അടിച്ചാൽ മതി. എന്തിനാ ശരിക്കും അടിക്കുന്നത്? ഇത് തണ്ണിമത്തങ്ങ ഇതിനകത്തേക്ക് ഇടാനുള്ളതല്ല, ഇനി വേണമെങ്കിൽ ഇടാനുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്രയേ ഉള്ളൂ. എളുപ്പം പരിപാടി തീർന്നില്ലേ? എളുപ്പം ഉണ്ടാക്കിക്കും. ഞാൻ കറക്കി ഒന്ന് പതുക്കെ ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് അലിഞ്ഞങ്ങ് പോവില്ലേ? അങ്ങ് അലിഞ്ഞ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇത് ഞാനൊന്ന് പതുക്കെ ഒന്ന് കറക്കിയുള്ളൂ. പിന്നെ ഒരു സത്യം പറയാം, ആ സമയത്ത് കറണ്ട് പോയായിരുന്നേ. അപ്പൊ പിന്നെ അത് നിർത്തി പോന്നാണേ. അപ്പൊ നിങ്ങൾ അടിക്കുമ്പോൾ നന്നായിട്ട് അടിച്ചോ. അടിച്ചില്ലെന്നോർത്തും കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്ത് പിന്നെയും തണ്ണിമത്തങ്ങ ഇടുവല്ലേ. അപ്പൊ നല്ല ടേസ്റ്റാ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. 2 ഗ്ലാസ് ഉണ്ടാക്കി. 2.5 ഗ്ലാസ് ഉണ്ട്. അപ്പൊ ശരി, എല്ലാവരും പോയി ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ. വീട്ടിലുള്ള സാധനം വെച്ച് മതി. ഇനി പച്ചവെള്ളം ഒഴിച്ചുണ്ടാക്കാനും നല്ലതാണ്. ജ്യൂസായിട്ട് ഇങ്ങനെ നമുക്ക് ചുമ്മാ കുടിക്കാൻ പാടില്ല, ഒരു ഡ്രിങ്ക് ആയിട്ട്. അപ്പൊ ഓക്കേ.